വോട്ടിംഗിൽ രേണുസുതി മുന്നോട്ട് കുതിക്കുകയാണ്. വോട്ടിംഗിൽ അടിമുടി മാറ്റം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് രാത്രി 7 മണി വരെ ലഭിച്ച അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. 7 മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രേണുസുതി തന്നെയാണ്. വോട്ടിംഗ് തുടങ്ങുമ്പോൾ അനു ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അനുവിനെ പിന്തള്ളിക്കൊണ്ടാണ് രേണുസുതിയുടെ ഈ മുന്നേറ്റം. രേണുസുതിക്ക് 7 മണി വരെ ലഭിച്ചത് 55,680 വോട്ടുകളാണ്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ രേണുവിന് വമ്പിച്ച ലീഡോടുകൂടി ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും, രേണുസുതിക്ക് ഒരുപാട് സിമ്പതി വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ രേണുസുതിനെ ഒരു സെപ്റ്റിക് ടാങ്കിനോട് ഉപമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ രേണുസുതി ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരുടെയും അടുത്ത് ചെന്നിട്ട്, ഞാനൊരു സ്ത്രീയല്ലേ, എന്നോട് ഇങ്ങനെ പറയാൻ കൊള്ളാവോ, ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഞാൻ സെപ്റ്റിക് ടാങ്ക് ആണോ അല്ലയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും എന്ന് രേണുസുതി ക്യാമറയോടും ഒറ്റയ്ക്കും അതുപോലെ തന്നെ മറ്റു മത്സരാർത്ഥികളോടുമായിട്ട് ആ വീട്ടിലൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ലൈവിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് വോട്ടുകൾ ഇനിയും രേണുസുതിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിലവിൽ 2ാം സ്ഥാനത്തുള്ളത് അനുമോളാണ്. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ 1ാം സ്ഥാനത്ത് നിന്നത് അനുമോളാണ്. 2ാമതായിരുന്നു രേണുസുതി. ഇപ്പോഴാണ് രേണുസുതി 1ാം സ്ഥാനത്തേക്ക് കയറി വന്നത്. അനുമോൾക്കും ഇതേ രീതിയിൽ തന്നെ ഇന്നലെ ഒരുപാട് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അനുമോൾ കരഞ്ഞ ഒരു വിഷ്വലായിരുന്നു നമ്മൾ കണ്ടതാണല്ലോ. അനുമോൾക്ക് എന്തായാലും 7 മണി വരെ ലഭിച്ചിരിക്കുന്നത് 54,832 വോട്ടുകളാണ്. 3ാം സ്ഥാനത്താണ് നിലവിൽ ആര്യനുള്ളത്. ആര്യന് നിലവിലെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് തരക്കേടില്ലാത്ത തട്ടിമുട്ടിയും അങ്ങ് പോവുകയാണ് എന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആര്യൻ ചെറിയൊരു ഗ്രൂപ്പിലേക്ക് ചെന്ന് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അവരൊരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ കളിക്കുന്നത് പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. കാരണം അപ്പാണി ശരത്തും അക്ബറും ആര്യനുമൊക്കെ ഒരു ഗ്യാങ് പോലെയാണ് ഇപ്പോൾ വീട്ടിലകത്തൂടെ നടക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആര്യന് തന്നെ അത് ഒരു വലിയൊരു വോട്ടിങ്ങിലും ജനങ്ങളുടെ സപ്പോർട്ടിലും അതൊരു തിരിച്ചടിയായി മാറും. അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആര്യന് ലഭിച്ചിരിക്കുന്നത് 32,155 വോട്ടുകളാണ്. 4ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി വന്നിരിക്കുകയാണ് ഷാരിക. ജിസേലിനെ പിന്തള്ളിക്കൊണ്ടാണ് ഷാരിക 4ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത്. വ്യക്തമായൊരു നിലപാടുള്ള ഒരാളാണ് ഷാരിക എന്ന് ഷാരികയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഷാരിക എന്ത് പറയുന്നു അതെല്ലാം വളരെ ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുന്നത്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഷാരിക സംസാരിക്കുന്നത് തന്നെ. വ്യക്തമായ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഷാരികയ്ക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഷാരികയ്ക്ക് 4ാം സ്ഥാനം ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 23,188 വോട്ടുകളാണ് ഷാരികയ്ക്ക് നേടാൻ സാധിച്ചത്. 5ാം സ്ഥാനത്താണ് ജിസേൽ തക്രാലുള്ളത്. ജിസേൽ ഇന്നലെ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിരുന്നു. ജിസേലിൻ്റെ ഒരുപാട് തഗ് ലൈഫുകൾ നമ്മൾ ഇന്നലെ കണ്ടു. ജിസേലിനെ ആക്റ്റീവ് ആക്കാൻ കുറച്ച് പേര് ഇന്നലെ ആ ഒരു ബോയ്സ് ഗ്യാങ് പോയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ജിസേൽ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ജിസേലിന് എന്തായാലും 5ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കാൻ സാധിച്ചിരിക്കുന്നത്. 22,112 വോട്ടുകളാണ് ജിസേലിന് നേടാൻ സാധിച്ചത്. ഇനിയുള്ള 3 പേരും ഏറ്റവും ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന 3 പേരാണ്. 6ാം സ്ഥാനത്താണ് ഇപ്പോൾ ശൈത്യ ഉള്ളത്. 19,236 വോട്ടുകൾ മാത്രമാണ് ശൈത്യയ്ക്ക് നേടാൻ സാധിച്ചത്. ശൈത്യ ഇപ്പോൾ വളരെ ഒരു ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പോൾ നിലവിൽ ഇതുവരെ വീട്ടിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു 5 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിലേറ്റവും മുൻപിലുണ്ടാകുന്ന ആൾ ശൈത്യ തന്നെ ആയിരിക്കും. ശൈത്യ ഇനിയും പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീക്കിൽ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7ാം സ്ഥാനത്തുള്ളത് രഞ്ജിത്ത് മുൻഷി തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്തിനെയും അധികം ആളുകൾ ഇതുവരെ ലൈവിൽ കണ്ടിട്ടില്ല. ആകപ്പാടെ രന ഫാത്തിമയുമായി ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രന ഫാത്തിമയുടെ കൂടെ ഇരുന്ന് മാത്രം സംസാരിക്കുന്നതാണ് ഇതുവരെ ലൈവിൽ രഞ്ജിത്ത് മുൻഷിക്ക് കൊടുത്തിരിക്കുന്ന ഏക കണ്ടന്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രഞ്ജിത്തിന് വോട്ടുകൾ കുറഞ്ഞത്. 18,963 വോട്ടുകളാണ് രഞ്ജിത്തിന് നേടാൻ കഴിഞ്ഞത്. ഏറ്റവും അവസാന സ്ഥാനത്താണ് ക്യാറ്റ് ലവറായ നെവിനുള്ളത്. നെവിൻ അവിടെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല. നെവിൻ ആകപ്പാടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് നെവിന് കൊടുത്തിരിക്കുന്ന ആ ഒരു യൂണിഫോമാണ്. യൂണിഫോം അത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു നെവിനെ നമ്മൾ കണ്ടു. പക്ഷേ യൂണിഫോമിന് പകരം ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് അതിലെ നിൽക്കാനല്ല നെവിൻ വന്നിരിക്കുന്നതെന്ന് നെവിൻ മനസ്സിലാക്കുന്നില്ല. 18,138 വോട്ടുകളാണ് ഇതുവരെ നേടാൻ സാധിച്ചത്. നിലവിലെ വോട്ടിംഗ് രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരിൽ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ശൈത്യ, രഞ്ജിത്ത് മുൻഷി, നെവിൻ, ഈ 3 പേർക്കാണ്. ഈ ഒരു 3 പേരിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.